ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ശ്രീ സുരേഷ് ഗോപിയുടെ വീട്ടിൽ അദ്ദേഹം താമസിച്ച് 11 വോട്ടുകൾ ചേർത്തി. അതൊരു അധാർമികമായ കാര്യമാണ്. ആ ധാർമ്മികതയുടെ പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ബഹുമാനനായ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വന്ന് അതിനെക്കുറിച്ചൊരു വാക്കുരിയാടാതെ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി മറുപടി പറയുന്നു എന്നുള്ള രീതിയിലാണ് ശ്രീ കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത്. ജനങ്ങൾ ചോദിച്ചത് പാർട്ടിയോടോ കെ സുരേന്ദ്രനോടല്ല, അവരുടെ ജനപ്രതിനിധിയോടാണ് ജനങ്ങൾ ചോദിച്ചത്. മറുപടി പറയേണ്ടത് ജനപ്രതിനിധിയാണ്. അവര് തെരഞ്ഞെടുത്ത ജനപ്രതിനിധി ജനപ്രാതിനിധ്യ നിയമത്തിലെ ആ നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമക്കേടുകൾ നടത്തിയതിനെ സംബന്ധിച്ചാണ് ജനങ്ങൾ ചോദിച്ചത്. ആ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ശ്രീ സുരേഷ് ഗോപിക്കുണ്ട്. ഒന്നുകിൽ സുരേഷ് ഗോപി മൗനം പാലിച്ചത് നടന്ന ക്രമക്കേടുകളെ ശരിവയ്ക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമായിരിക്കാം. എന്തു തന്നെയായാലും ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വന്നെടുത്ത നിലപാട് അദ്ദേഹത്തിന്റെ വോട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 11 വോട്ട് മാത്രമല്ല, ഈ സമാനമായ രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലും ഫ്ളാറ്റുകളിലും BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ചേർത്തി എന്നുള്ളതാണ്. അതിന് കെ സുരേന്ദ്രൻ പറയുന്ന മറുപടി, അങ്ങനെയൊക്കെ ഇവിടെ പ്രവർത്തനത്തിന് വരുമ്പോൾ ഞങ്ങൾ ചേർന്നിട്ടുണ്ടാവാം ആരെങ്കിലും ഒക്കെ, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പോയി ചാകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയൊരു ശബ്ദമായിട്ടാണ് ഞങ്ങൾക്കതിനെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരുവിലേക്ക് ഇവർ വലിച്ചഴച്ചാൽ ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ അതിൻ്റെ പരിശോധന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ അസംബ്ലി സെഗ്മെന്റിലെ നോർത്ത് മണ്ഡലം, അതായത് പാട്രായിക്കലും പൂങ്കുന്നമൊക്കെ ഉൾപ്പെട്ട നിങ്ങളൊക്കെ പോയി കണ്ട ഏതാണ് നമ്മളുടെ ക്യാപിറ്റൽ വില്ലേജ്, ടോപ്പ് പാരഡൈസ്, അതുപോലെ തന്നെ ചൈത്രം സിഡ്ബി, ശ്രീശങ്കരി തുടങ്ങിയ ഫ്ളാറ്റുകളെല്ലാം ഉൾപ്പെട്ട പ്രദേശത്തെ ആ നോർത്ത് മണ്ഡലത്തിലെ 17 ബൂത്തുകളുടെ പരിശോധനയാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങളിത് പറഞ്ഞിരുന്നു, ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളും ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പരിശോധന ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തുടർ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളുടെ പരിശോധന നടത്തും. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തും. ആ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് തെളിവ് സഹിതം ഞങ്ങൾ പുറത്തുവിടും. ഈ ക്രമക്കേട് ജനാധിപത്യ വിരുദ്ധമായ അധാർമികമായ ഈ ക്രമക്കേട് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ശ്രീ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി വിജയിച്ച ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഈ പോരാട്ടം എന്ന് പറയുന്നത് തെരുവിൽ ഉണ്ടാക്കേണ്ട പോരാട്ടമല്ല, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുമായുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം നയിക്കാതെ BJPയുടെ കയ്യിലെ കരുവായി CPM മാറി എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ഞാനിത് മുന്നേ ഞാൻ സൂചിപ്പിച്ചതാണ്. ഞങ്ങൾ കൊടുത്ത പരാതികൾ അനുസരിച്ച് ഏകദേശം ഒരു ബൂത്തിൽ, ഇപ്പം ഞങ്ങൾ ആദ്യം കൊടുത്ത ബൂത്ത് നമ്പർ 30 അവിടെയാണ് ഈ ക്യാപിറ്റൽ വില്ലേജ് ഉൾപ്പെടെയുള്ള ഫ്ലാറ്റുകളുണ്ട്. അവിടെ ഏകദേശം ഞങ്ങൾ 45 പരാതികൾ കൊടുത്തു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാം. 65,000 അപേക്ഷകളാണ് ഇവർ കൊടുത്തത് എന്ന് പറയുന്നു, വോട്ട് ചേർത്തിയതെന്ന് ഇവർ അഭിമാനപൂർവ്വം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 1279 ബൂത്തുകളിലേക്ക് നോക്കുമ്പോൾ കാര്യമായ ഒരു ക്രമക്കേട് ഈ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്.